ഞായറാഴ്ച ദിവസം ചുമ്മാ പോസ്റ്റായിട്ട് വീട്ടിലിരുന്നപ്പോഴാണ് നമ്മുടെ കോഴിക്കോട് പൊറ്റമ്മൽ ജംഗ്ഷനിലുള്ള മൈജിയിലൊന്ന് പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളെല്ലാം അടിച്ച് ഞങ്ങൾ കാറായിട്ട് മെല്ലെ മൈജിയിലേക്ക് പോയി. ഏകദേശം നമ്മുടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ മുതൽ പൊറ്റമ്മൽ ജംഗ്ഷൻ വരെ നല്ല ബ്ലോക്കാണ്. അപ്പോൾ എന്താ ബ്ലോക്കിന് കാരണം എന്ന് ഞങ്ങൾക്ക് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ മനസ്സിലായി. അവിടെ ഏതൊരു ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ്. ഞാൻ മുന്നിൽ നിന്ന് പറഞ്ഞു ഉദ്ഘാടനത്തിന് ഹണി റോസാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ജിത്തു ഹണി റോസിനെ കാണാൻ വേണ്ടിയുള്ള നോട്ടാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ ഞങ്ങൾ മൈജിയിലേക്ക് തന്നെ യാത്ര തുടങ്ങി. അപ്പോൾ എന്താ മൈജി പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ മാസം മൈജിയിൽ നിന്നൊരു പവർ ബാങ്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഒരു 10-15 ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അതൊന്ന് വാങ്ങുന്ന സമയത്ത് തന്നെ വാറണ്ടി ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊന്ന് ക്ലിയർ ആക്കാം, എക്സ്ചേഞ്ച് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രാവശ്യം ഈ ഞായറാഴ്ച മൈജിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. മൈജി പോണ വഴിക്ക് തന്നെ ജിത്തു സ്പീക്കറോ സബ്ബോ എന്തോ കണ്ടിട്ട് അങ്ങോട്ട് പോയി. ഞാൻ നേരെ ഞങ്ങൾക്ക് തന്ന പവർ ബാങ്ക് എന്ന സെയിൽസ്മാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് ഇതിൻ്റെ പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പെട്ടി ഞങ്ങൾ എടുക്കാൻ മറന്നുപോയി. പക്ഷേ കാര്യങ്ങളൊക്കെ അയാൾ സംസാരിച്ചപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റൊക്കെ അയാൾ ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കത് നേരെ പുതിയൊരു പവർ ബാങ്ക് വേറെ തന്നു. അതിനുശേഷം പിന്നീട് ഞങ്ങൾ മൂപ്പരോട് നന്ദിയൊക്കെ പറഞ്ഞ് പിന്നീട് പോയത് കോഴിക്കോട് തന്നെ മാങ്കാവ് ജംഗ്ഷനിലുള്ള ലുലു മാളിലാണ്. ലുലു മാള് ഞാൻ പല തവണ പോയിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ആക്കിയതുകൊണ്ട് തന്നെ ജിത്തു ആദ്യമായിട്ടാണ് ലുലു മാളിൽ പോകണമെന്ന് പറഞ്ഞു. ജിത്തുവിനൊരു സബ് വേണമെന്ന് പറഞ്ഞിട്ട് സ്പീക്കർ മൈജിയിൽ കുറേ നോക്കിയതാണ്. അപ്പോൾ ഇവിടെ ഓഫർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെയും ജിത്തുവിൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്ത സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം ലുലു മോളിലൊക്കെ തിരിഞ്ഞ് കളിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവളെ ഞാൻ വിളിച്ചപ്പോൾ അവൾ അത് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം ഇവിടെ കറങ്ങി. പ്രത്യേകിച്ച് പരിപാടികളൊന്നും പിന്നീട് ഇവിടെ ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ ഞങ്ങളും എല്ലാം താഴോട്ടിറങ്ങി. അപ്പോൾ ഇന്നത്തെ ദിവസം ലുലു മാളിൽ എത്തുമ്പോൾ തന്നെ രാത്രി ആയിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരം നാട്ടിൽ സംസാരിച്ചിരുന്ന് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ലുലു മാളിൽ നിന്ന് മെല്ലെ വീട്ടിലേക്ക് യാത്രയായി. താങ്ക് യു.